പതിറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു അത്. നാഗമംഗലം എന്ന ആ ഗ്രാമം ഐശ്വര്യത്തിന്റെ നെറുകയിലായിരുന്നു. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹം ആ ഗ്രാമത്തിന്റെ അതിരിലുള്ള വിശുദ്ധമായ സർപ്പക്കാടിലേക്കും നീണ്ടു. കൃഷിഭൂമി വികസിപ്പിക്കാനായി ഗ്രാമപ്രമാണികൾ തീപന്തങ്ങളുമായി കാട്ടിലേക്ക് കയറി. ആളിക്കത്തുന്ന തീയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ ചാമ്പലായി. രക്ഷപ്പെടാൻ വഴിയില്ലാതെ ആയിരക്കണക്കിന് സർപ്പങ്ങൾ തീയിൽ വെന്തുരുകി. ആ കൂട്ടക്കരച്ചിൽ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തി. ഒടുവിൽ കാടിന്റെ നടുവിലുണ്ടായിരുന്ന ദിവ്യനായ നാഗരാജൻ തീയിലെരിയുന്നതിന് തൊട്ടുമുമ്പ് ഗ്രാമത്തെ നോക്കി ശപിച്ചു. ഈ തീ കെട്ടടങ്ങില്ല, ഞങ്ങളുടെ വംശം നശിക്കില്ല, ഈ അഗ്നിയിൽ നിന്ന് തന്നെ ഒരു നാൾ ഞങ്ങൾ തിരിച്ചുവരും. ആ ശാപം ഗ്രാമത്തിനു മുകളിൽ ഒരു കരിനിഴലായി വീണു. കാലങ്ങൾ കടന്നുപോയി. കാട് ഒരു ശ്മശാനഭൂമി പോലെ കിടന്നു. ഒരു പേമാരി പെയ്ത രാത്രിയായിരുന്നു അത്. ആകാശം കീറിമുറിക്കുന്ന മിന്നലുകൾക്കിടയിൽ കരിഞ്ഞുപോയ സർപ്പക്കാടിന്റെ നടുവിൽ മണ്ണിനടിയിൽ സുരക്ഷിതമായിരുന്ന ഒരു അപൂർവ മുട്ട വിരിഞ്ഞു. പിറ്റേന്ന് വെളുപ്പിന് വിറകുവെട്ടുകാരനായ കേശവൻ എന്ന വയോധികൻ ആ വഴി വന്നു. ഗ്രാമത്തിൽ ആരുമില്ലാത്ത ഏകനായ മനുഷ്യൻ. കാടിന്റെ വക്കിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം ഞെട്ടി. അടുത്തു ചെന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ രക്തം മരവിപ്പിച്ചു. നീലനിറമുള്ള പത്തിവിരിച്ച മൂർഖൻ പാമ്പുകൾക്ക് നടുവിൽ പച്ചിലയിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ്. പാമ്പുകൾ അവൾക്ക് കുടപിടിക്കുകയാണ്. കേശവനെ കണ്ടതും പാമ്പുകൾ പിന്മാറി അവൾക്ക് വഴിയൊരുക്കി. ഭയത്തേക്കാൾ ഉപരി ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കേശവന്റെ ഉള്ളിലെ അച്ഛനെ ഉണർത്തി. അദ്ദേഹം അവളെ നെഞ്ചോട് ചേർത്തു. ആരുപേക്ഷിച്ചതാണെങ്കിലും ഇനി നീ എന്റേതാണ്, അദ്ദേഹം മന്ത്രിച്ചു. അവൾക്ക് അദ്ദേഹം നീലിമ എന്ന് പേരിട്ടു. നീലിമ വളർന്നു. അവൾ മറ്റു കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. അവൾക്ക് വിശപ്പ് കുറവായിരുന്നു, പക്ഷെ പാൽ വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ ചർമ്മത്തിന് വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു. വേനൽക്കാലത്ത് പോലും അവൾ അരികിലിരുന്നാൽ തണുപ്പനുഭവപ്പെടുമായിരുന്നു. ഏറ്റവും വിചിത്രം അവളുടെ കണ്ണുകളായിരുന്നു. സന്തോഷം വരുമ്പോൾ അവൾ ചിരിക്കും. അപ്പോൾ ആ കണ്ണുകളിൽ ഒരു പച്ച തിളക്കം മിന്നിമറിയും. കാട്ടിലെ വിഷജന്തുക്കൾ അവളെ ഉപദ്രവിച്ചില്ല. തേളുകളും പഴുതാരകളും അവളുടെ കൈകളിൽ കളിപ്പാട്ടങ്ങൾ പോലെ ഇഴഞ്ഞു നടന്നു. അപ്പൂപ്പൻ ഇതെല്ലാം കണ്ടെങ്കിലും ഭയപ്പെട്ടില്ല. അദ്ദേഹം അവളോട് എപ്പോഴും പറയുമായിരുന്നു, മോളെ, ശക്തിയല്ല വലുത്, സ്നേഹമാണ്. നമ്മളെ വേദനിപ്പിക്കുന്നവരെ പോലും ക്ഷമിക്കാനുള്ള മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം. ആ വാക്കുകൾ അവളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ മൃഗവാസനകൾക്കും മേലെ വേരോടി. നീലിമയ്ക്ക് 18 തികന്ന സമയം. ഗ്രാമത്തിൽ അശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അമാവാസി രാത്രികളിൽ ഗ്രാമവാസികൾക്ക് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. പാമ്പുകൾ വന്ന് കഴുത്തിൽ ചുറ്റുന്ന സ്വപ്നങ്ങൾ. നീലിമയിലും മാറ്റങ്ങൾ വന്നു. രാത്രിയായാൽ അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അവളുടെ തൊലിപ്പുറത്ത് പാമ്പിന്റെ ചെതുമ്പലുകൾ പോലെ പാടുകൾ തെളിഞ്ഞു. അവളുടെ ശ്വാസത്തിന് ചൂടേറി. ഒരു രാത്രി കേശവൻ ഉറങ്ങുണർന്നപ്പോൾ കണ്ടത് വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന നീലിമയെയാണ്. അവളുടെ നിഴൽ മനുഷ്യന്റേതായിരുന്നില്ല, പത്തിവിരിച്ച ഒരു നാഗത്തിൻ്റേതായിരുന്നു. അപ്പൂപ്പ, എന്നെ എന്തോ വിളിക്കുന്നു, എനിക്ക് പോണം, അവൾ വേദനയോടെ പറഞ്ഞു. അവളുടെ ശബ്ദം പരിക്കനായിരുന്നു, ഒരു സീൽക്കാരം പോലെ. അവളുടെ ഉള്ളിലെ നാഗകന്യക ഉണരുകയായിരുന്നു. പൂർവികരുടെ പക അവളിലൂടെ പുറത്തുവരാൻ വെമ്പൽ കൊണ്ടു. അടുത്ത പൗർണമി രാത്രിയിൽ പൂർണ്ണമായും ശാപം പൂർത്തിയായി. നീലിമയുടെ കണ്ണുകൾ പൂർണ്ണമായും പച്ചയായി മാറി. അവൾ മനുഷ്യരൂപം വെടിഞ്ഞ് പാതി പാമ്പും പാതി മനുഷ്യനുമായ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. ഗ്രാമത്തെ നശിപ്പിക്കാനുള്ള ആവേശം അവളിൽ നിറഞ്ഞു. പക്ഷെ കേശവൻ അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. കയ്യിൽ ആയുധങ്ങളില്ലാതെ കണ്ണുനീരുമായി. നീലിമ, നീ എന്റെ മകളാണ്. പകയല്ല നിന്റെ ലക്ഷ്യം. നീ പിറന്നത് നശിപ്പിക്കാനല്ല, സ്നേഹിക്കാനാണ്. ആ മൃഗത്തെ തോൽപ്പിക്കൂ മോളെ. നിന്റെ ഉള്ളിലെ മനുഷ്യനെ ഉണർത്തൂ. ആ വയോധികന്റെ നിസ്വാർത്ഥമായ സ്നേഹം ഒരു തണുത്ത കാറ്റുപോലെ അവളുടെ ഉള്ളിലെ അഗ്നിയെ സ്പർശിച്ചു. പകയുടെ ആവേശം വിറങ്ങല്ലുപോയി. അവൾ കരഞ്ഞുകൊണ്ട് ആ കരിഞ്ഞുപോയ കാട്ടിലേക്ക് ഓടി. അവിടെ ആ പഴയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ അവൾ മുട്ടുകുത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഈ പക വേണ്ട, അവൾ അലറി വിളിച്ചു. ഭൂമി കുലുങ്ങി. കാടിന്റെ ആത്മാവ് ഒരു വലിയ നിഴലായി അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ ഞങ്ങളുടെ പ്രതികാരമാണ്, ഗ്രാമത്തെ എരിക്കൂ, ആത്മാവ് കൽപ്പിച്ചു. അല്ല, ഞാൻ മനുഷ്യനാണ്. എന്നെ വളർത്തിയത് സ്നേഹമാണ്. ഈ പക ഇവിടെ അവസാനിക്കണം. അവൾ സ്വന്തം പ്രാണൻ പണയം വെച്ച് ഉള്ളിലെ നാഗശക്തിയെ പുറത്തേക്ക് തള്ളിവിട്ടു. അത് അസഹനീയമായ വേദനയായിരുന്നു. ശരീരം പൊട്ടിപ്പിളരുന്ന വേദന.
അവളുടെ നിലവിളി ഗ്രാമം മുഴുവൻ കേട്ടു. നേരം വെളുത്തു. കാടിന്റെ നടുവിൽ ബോധം നഷ്ടമായി കിടക്കുന്ന നീലിമയെ കേശവൻ കണ്ടെത്തി. അവളുടെ ശരീരത്തിലെ ചെതുമ്പലുകൾ മാഞ്ഞുപോയിരുന്നു. കണ്ണിലെ പച്ചത്തിളക്കം അണഞ്ഞുപോയിരുന്നു. അവൾ സാധാരണയിലും സാധാരണയായ ഒരു പെൺകുട്ടിയായി മാറിയിരുന്നു. അവൾ കണ്ണു തുറന്ന് കേശവനെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ വിഷമില്ലായിരുന്നു, അമൃത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അത്ഭുതത്തിന് ശേഷം കരിഞ്ഞുപോയ സർപ്പക്കാട്ടിൽ മഴ പെയ്തു. കരിഞ്ഞ മണ്ണിൽ നിന്ന് പുതിയ നാമ്പുകൾ മുളച്ചു. ഗ്രാമവാസികൾ തിരിച്ചറിഞ്ഞു, ഇത് വെറുമൊരു പെൺകുട്ടിയല്ല, ഗ്രാമത്തിന്റെ ശാപം തീർത്ത ദേവതയാണെന്ന്. പക്ഷെ കേശവന് അവൾ ദേവതയല്ല, തന്റെ പ്രിയപ്പെട്ട മകൾ മാത്രമായിരുന്നു. സ്നേഹം കൊണ്ട് വിധി മാറ്റി എഴുതിയവൾ.